ഒക്കെ പോയല്ലോ. ലക്ഷ്മിയെ ഓടി വായോ. കണ്ടില്ല ഇത് നീയ് പാകം തെറ്റി. നീ ഇതൊന്നിനും കൊള്ളില്ല. എടുത്ത് കളാ വടക്കേ കുപ്പയിലേക്ക് ചെയ്യണം. അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് എനിക്ക് ചായന്റെ വെള്ളം. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. ആരുടെ? കുഞ്ഞീഷടാ. നല്ല ആളെയാ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസുരൻ? ഞാനിവിടെ ഉണ്ടച്ചാ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തൂകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക. അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലാഞ്ഞിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ? എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെ എങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയെ, ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛാ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ്. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ? അതാണ് കുഴപ്പം. ഉറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓ, കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം. എന്നാലും ഞാൻ ഒപ്പിച്ചു, കാരക്കുന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ. ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കലടോ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടാക്കി നായിക്കൊറണയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകത്ത നിന്നൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ. കുറുന്തോട്ടി കണ്ടാ മനസ്സിലാവാഞ്ഞിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല, ക്ഷാമാണെന്ന്. എടാ, നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടാൻ. പോടാ എന്റെ മുമ്പിന്ന്. എന്നാ ഇതിനെ കൊണ്ടുപോ. അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായ്ക്കുരുടെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല, ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ? അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരെ, വൈദ്യരെ! എന്താണോ? മൂത്തരത്തെ കുമാരൻ ചങ്കൽ പൊട്ടിച്ചു. കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്കിപ്പൊ പറ്റില്ല. ഇത് കണ്ടില്ലേ, ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ. കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലേ അവൻ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ. എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടു നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന്. അവസരം വന്നിരിക്കണു. ഏറ്റെടുത്ത് ചെയ്യട്ടെ. അല്ല, ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവും അല്ല. ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറലുള്ള പേടിയുണ്ടെ നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊലക്ക് കൊടുക്കാൻ നിങ്ങൾ. ഒന്നും അറിയാത്ത ചെക്കനോ? അമ്മയും തുടങ്ങിയോ അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളയ്ക്കും.
പഴം വിൽക്കാൻ നടക്കണം. പിടിച്ചോ. ആ ഇറക്കാം. ഇവിടെ കിട്ടില്ലേ? ഇവിടെ ആ എന്നാ പോയിക്കോളാം നായിന്റെ മക്കളെ. പിടിച്ചോ. പഴം കിട്ടിയപ്പോഴേക്കും പിന്നൊക്കെ ഞാൻ എന്താടാ എന്താ നോക്കണേ? കൊല്ലില്ല. കഷ്ണം കഷ്ണമായി കഴിഞ്ഞാൽ വാ. നിന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യര് കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി. എവിടെയാവൻ? ഉണ്ണീഷ നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകുന്നേരെ ചെന്ന് പോയി ചെല്ല്. പോയി ചെല്ല്. കുട്ടി ചെല്ലുന്നേ. വാടാ. നിന്റെ ചെവി ഞാൻ ഇറക്കും, കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും, മൂക്ക് ഞാൻ ചെത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ 3-ലും നീ 7-ലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കോ, നീ തന്നെയാണ് എന്നെ കെട്ടത്. ചോറ് കെട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴിക്ക് എത്തിക്കൊണ്ടുവരാ. കുടിക്ക കുടിക്ക. കുമാര വരിക.